നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് the nth term of some arithmetic sequences are given below. nth term തന്നിട്ടുണ്ട് arithmetic sequence. Find the sum of the first n terms of each. Find the sum of the first n terms. ആദ്യത്തെ n ടേമുകളുടെ സമ്മുകൾ കാണണം. നാലാമത്തേലെ ഫസ്റ്റ് 2n plus 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള nth ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? 2n plus 3 ആണ്. ഇതിന്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇതിനകത്ത് xn ഉണ്ട്. ആരാ xn? 2n plus 3. ക്ലിയർ അല്ലേ? അതിനെ xn ആയിട്ട് എടുക്കണം. ലാസ്റ്റ് പദമായിട്ട് അതിനെയാണ് എടുക്കേണ്ടത്. ഇനി x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഇതിനകത്തോട്ട് കണ്ടോ, എന്നിന് പകരം ആര് വന്നു? 1 വന്നു. അപ്പൊ ഇവിടെ എന്നിന് പകരം ആരെ കൊടുക്കണം? 1 കൊടുക്കും. അപ്പൊ ആൻസർ എത്ര വരും? 2 plus 3 is equal to 5. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? 5ഉം കിട്ടി, xnഉം കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സമ്മ് കാണാം. ഇത്രയേ ഉള്ളൂ. സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 xn plus x1. n ഇല്ല, xn എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ് തന്നിരിക്കുന്ന ആൾജിബ്രിക് എക്സ്പ്രഷൻ? 2n plus 3 plus x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. n/2 രണ്ടും കൂടി കൂട്ടുമ്പോ 2n plus 8 എന്ന്. ക്ലിയർ അല്ലേ? ഇനി ഈ n/2 കൊണ്ട് ഇതിലെ ഓരോന്നിനും എന്ത് ചെയ്യണം? ഇൻഡു ചെയ്യണം. തെറ്റല്ലേ? കാരണം ഇതിനകത്ത് കൂട്ടാൻ ആരും ഇല്ലല്ലോ. ഇതൊന്നും എന്നും ഒന്ന് നമ്പരും അല്ലേ? അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? n/2 into 2n പ്ലസ് അടുത്ത n/2 into 8. ഇവിടെ 2ഉം ഈ 2ഉം കട്ട് ചെയ്ത് പോകത്തില്ലേ? ബാക്കി ഇവിടെ എന്ത് വരും? n into n, n സ്ക്വയർ പ്ലസ് ഇവിടെ 2ഉം 8ഉം കട്ട് ചെയ്ത് പോകത്തില്ലേ? ബാക്കി എന്ത് വരും? n സ്ക്വയർ പ്ലസ് 4n. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എന്ത്? സം. ഈ ആൾജിബ്രിക് എക്സ്പ്രഷന്റെ സം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? n സ്ക്വയർ പ്ലസ് 4n ആണ്. എപ്പോഴും സമ്മ് കിട്ടുന്നത് ഏത് ഫോർമാറ്റിലായിരിക്കും? സ്ക്വയറും എല്ലും. സെക്കൻഡ് ഡിഗ്രി എന്നൊക്കെ പറയും. ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും എപ്പോഴും സമ്മ് കിട്ടും. ഇത്രേ ഉള്ള കാര്യം. സിമ്പിൾ അല്ലേ? നോക്കി ഒന്നും ചെയ്യാനില്ല. ചുമ്മാ നമ്പർ എടുത്തങ്ങ് എക്സനിന് വരെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ല വേറെ പരിപാടിയില്ല. ഒന്നാമത്തെ പദം കിട്ടാൻ ആ എന്നിൽ ഇൻറ്റു ചെയ്താൽ മതി. ക്ലിയർ? നാലാമത്തേല് സെക്കൻഡ് സെറ്റ് 3n plus 2. ഇനി ഇതിന്റെ സമ്മാണ് കാണേണ്ടത്. 3n plus 2. x1 ഉണ്ടോ? ഇല്ല. x1 കാണണോ? എന്ത് ചെയ്താൽ മതി? 3 into n-ന് പകരം 1 plus 2. അതും എത്ര തന്നെയാണ്? 5. അപ്പൊ x1 കാണണമെങ്കിലും x10 കാണണമെങ്കിലും x15 കാണണമെന്നുള്ളത് എല്ലാം ഈ ഇക്വേഷനിലാണ് നമ്മൾ ഇട്ട് കൊടുത്തോണ്ടിരുന്നത് അല്ലേ? അതേപോലെ x1 എന്ന് കാണുക. ഇനി Sn is equal to n/2 xn plus x1. നമ്മുടെ ഇക്വേഷൻ ഇട്ടുവോ? വേറെ പണിയൊന്നുമില്ല. സിമ്പിൾ കാര്യം. n/2 n-ന് പകരം n തന്നെ, xn-ന് പകരം 3n plus 2 plus x1-ന് പകരം 5. അപ്പൊ n/2 3n plus 7. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പൊ ആദ്യം n/2 കൊണ്ട് 3n-നെ ഇൻറ്റു ചെയ്തു. അപ്പൊ ഇൻറ്റു 3n പ്ലസ് അടുത്ത n/2 കൊണ്ട് 7-നെ ഇൻറ്റു ചെയ്തു. n/2 ഇൻറ്റു 7. ഇവിടെ ആരെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വരും? n into 3n, 3n സ്ക്വയർ ബൈ 2. ഇവിടെയോ 7n by 2. ഇവിടെ രണ്ടിടത്തും ആരുണ്ട്? 2 ഉണ്ടല്ലോ കോമൺ ആയിട്ട്. അപ്പൊ 2-നെ എങ്ങനെ എടുക്കും? 1/2. താഴെയല്ലേ 2 വരുന്നേ? അപ്പൊ മുകളിലോട്ട് 2 എന്ന് കൊടുക്കരുത്, മേലിലൊരു 1 അങ്ങ് കൊടുക്കുക. ഇനി അകത്തുള്ളത് ആരൊക്കെയുണ്ട്? 3n സ്ക്വയർ പ്ലസ് 7n. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ. എളുപ്പമല്ലേ ചെയ്യാൻ? എളുപ്പമുള്ള സെറ്റാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉള്ളത് അറിയിക്കുക. അതിന്റെ വീഡിയോ ഇട്ട് തരാം. ഓക്കെ? ഇതിനകത്ത് xn എന്ന് പറയുന്നത് ആരാണ്? 2n minus 3. x1 എന്ന് പറഞ്ഞപ്പോ എന്ത് വരും? 2 into 1 minus 3. അപ്പൊ എത്ര വരും? 2 minus 3. ശ്രദ്ധിക്കേണ്ടത് -1.
വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം വേണം കൊടുക്കാൻ. ഇവിടെ വലുതിന്റെ ചിഹ്നം ആരാണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് തന്നെ കൊടുക്കണം. അതാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇനി നമ്മളെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Sn is equal to n/2 xn plus x1. n/2 xn-ന് പകരം നമുക്ക് തന്നിരിക്കുന്ന ആൽജിബ്രിക് എക്സ്പ്രഷൻ 2n minus 3 plus x1 എന്ന് പറയുന്നത് -1 ആണ്. ഇനി n/2 into 2n minus 3യും ഇവിടെ എന്ത് വരും? പ്ലസും മൈനസും കൂടി എന്താവും? -1 ആവും. പ്ലസും മൈനസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ആകും. അപ്പൊ അവിടെ ആൻസർ എന്ത് വരും? -1 വരും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ n/2 into 2n മൈനസും മൈനസും വന്നാലോ പ്ലസ് ചെയ്ത് മൈനസിന്റെ ചിഹ്നം കൊടുക്കണം. പ്ലസും മൈനസും വന്നാലോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. മൈനസും മൈനസും വന്നാലോ പ്ലസ് ചെയ്ത് മൈനസിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 3 1 എത്ര വരും? 4. പ്ലസ് ചെയ്ത് മൈനസിന്റെ ചിഹ്നം മൈനസ് എന്താ? -4. ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യണം? n/2 into 2n minus n/2 into 4. കണ്ടോ? അപ്പൊ n/2 into 2n പിന്നെന്താ വരിക? -n/2 into 4. ഇവിടെ കട്ട് ചെയ്യുമ്പോ 2ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? n². ഇവിടെ 2 കൊണ്ട് 4നെ കട്ട് ചെയ്യുമ്പോഴോ 2 -2n. എന്താ കിട്ടിയത് ആൻസർ? n² - 2n. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് പോവുക. വെട്ടും കുത്തലും അതിനകത്തൊന്നും വരരുത് കേട്ടോ. കാരണം എന്നെ കുത്താണോ എന്താണെന്നൊക്കെ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് എപ്പോഴും എഴുതി പോവാം. നോക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത് ചെയ്യുമ്പോൾ. ആ ഒരു സ്റ്റഡി ആയിരിക്കണം. എപ്പോഴും ഞാനത് പറയുന്നതാണ്. സ്റ്റഡി ആയിട്ട് വൃത്തിയായിട്ട് മുകളിൽ എന്ത് എഴുതുന്നോ അത് ക്ലിയർ ചെയ്ത് താഴെ താഴെ എഴുതിയപ്പോൾ പോയാൽ മതി. ശ്രദ്ധിച്ചേ, ഇതിനകത്ത് xn എന്ന് പറഞ്ഞ ആരാണ്? 3n minus 2 ആണ്. x1 കാണണ്ടേ? 3 into 1 minus 2. That is 3 minus 2. Answer is 1. Sn കൊടുക്കുന്നു. n/2 xn plus x1. n/2 അതേപോലെ കൊടുക്കുന്നു. xn-ന് പകരം 3n minus 2 plus 1 അല്ലേ? ഇവിടെ കൊടുക്കുമ്പോ n/2 3n minus 2ൽ 1 കുറച്ചാൽ എന്ത് വന്ന്? -2ൽ 1 കുറച്ചാൽ -1. അപ്പൊ എന്ത് വരും? -1. അത് ശ്രദ്ധിക്കണം. നേരത്തെ ഞാനതാ പറഞ്ഞു. -2 + 1 വരുമ്പോ എന്ത് വരും? -1 എന്ന് വരും. ഇനി നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോ n/2 into 3n minus n/2 n/2 into 1 എന്ത് തന്നെ? n/2. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 3n² / 2 minus n/2. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുന്നു. 3n into n 3n² / 2 minus n/2. ഇവിടെ ആരുണ്ട് കോമൺ ആയിട്ട്? /2 അല്ലേ? /2 എടുക്കും. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ /2 ആയിട്ട്? ഇല്ല. അതുകൊണ്ട് മേളിൽ എന്ത് കൊടുക്കുന്നു? 1. ബ്രാക്കറ്റിൽ ബാക്കി ആരുണ്ട് ഇനി? 3n² minus n. ഇത്രേ ഉള്ളൂ കാര്യം. ഇത്രയും ചെയ്യാൻ എന്താ പാട്? ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തങ്ങ് പോവാന്ന കാര്യമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. അപ്പൊ ഇതോടുകൂടി ഈ പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യും. ഓക്കെ.